Hello, I am back. Welcome to Kunhonte Cooking YouTube channel. സുഹൃത്തുക്കളെ കുഞ്ഞോൻ്റെ കുക്കിംഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ആ ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുവൈത്തി സ്റ്റൈൽ ചിക്കൻ മജ്ബൂസ്. ഞാൻ 1 കിലോ വീതം തൂക്കം വരുന്ന 3 കോഴിയാണ് എടുത്തിട്ടുള്ളത്. കോഴി നടു മുറിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും തേച്ച് വെച്ച് കഴുകിയെടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് ചേർക്കുക. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഏലക്കായപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പാത്രം ചൂടാക്കി കുറച്ച് കോൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കൂടെ ഏലക്കായ, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, കുരുമുളക്, അതുപോലെ സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇളക്കി വാട്ടുക. സവാള വാടി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇടുമ്പോൾ തോൽഭാഗം താഴോട്ടാക്കിയിടണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് ഓരോരോ പീസും മറിച്ചിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അരി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ടതില്ല, ഈ ഉപ്പ് തന്നെ ധാരാളം. 2 മിനിറ്റിന് ശേഷം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഫുള്ളായി തന്നെ ഒഴിക്കുന്നുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് 1 മണിക്കൂർ വേവിക്കുക. മജ്ബൂസിന് മുകളിൽ ഇടുന്ന അശ്വ ഉണ്ടാക്കാം. അതിനായി ഇതേ രീതിയിൽ കട്ട് ചെയ്ത സവാള കുറച്ച് ഉപ്പ് ചേർത്ത് ഓയിലൊന്നും ചേർക്കാതെ തന്നെ ഇളക്കി വേവിക്കുക. സവാള ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഉണങ്ങിയ മുന്തിരി, വേവിച്ച കടലപ്പരിപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പട്ടപ്പൊടി, കുറച്ച് ഏലക്കായപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉണങ്ങിയ നാരങ്ങപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ പാത്രം വെച്ചിരിക്കുന്നത് അത് നമുക്ക് കോഴിയിലേക്ക് തേക്കാനുള്ള മസാല ഉണ്ടാക്കാനാണ്. സാഫ്രാൻ കലക്കിയ വെള്ളം ഒഴിക്കുക. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് വിനാഗിരിയും ചേർക്കുക. കുറച്ച് ഇഞ്ചിപ്പൊടി, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കോൺ ഓയിൽ, അതുപോലെ കുറച്ച് ചിക്കൻ വേവിച്ച വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞു. ചിക്കന് നന്നായി വെന്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉടഞ്ഞു പോവും. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. മിക്സാക്കി വെച്ച മസാല പേസ്റ്റ് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഓവനിൽ വെച്ച് നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം. ചിലർ കോഴി പൊരിക്കാറുണ്ട്. കോഴി തിളപ്പിച്ച വെള്ളം ഫിൽട്ടർ ചെയ്യാം. അതിനുശേഷം
ചോറ് വെക്കാനുള്ള പാത്രമെടുത്ത് ആവശ്യത്തിന് ഓയിലൊഴിച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ എന്നിവ ഇടുക. അരിഞ്ഞു വെച്ച സവാള കൂടി ഇടുക. നന്നായിട്ട് ഇളക്കി ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് ഇളക്കി ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് ചിക്കൻ പുഴുങ്ങിയ വെള്ളം ഒഴിക്കാം. ഞാൻ 6 കപ്പ് അരിയാണ് എടുക്കുന്നത്. 6 കപ്പ് അരിയിലേക്ക് 11 കപ്പ് വെള്ളം ചേർക്കുക. അപ്പോഴേ ചോറ് നല്ല പാകത്തെ വേവിന് കിട്ടുകയുള്ളൂ. ഇനി അരിയിട്ട് കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ ഒന്ന് നോക്കാം. ആയിട്ടില്ല, കുറച്ചും കൂടി സമയം വെക്കണം. ആവുന്നേ ഉള്ളൂ. നല്ല ലൈറ്റ് ബ്രൗണായി വരണം. ചോറിൻ്റെ അടിയിലെ വെള്ളം വറ്റിയിരിക്കുന്നൊന്ന് ഇളക്കി നോക്കാം. ചെറുതായിട്ടൊന്ന് മറിച്ചിടുകയും ചെയ്യാം. കുറച്ച് വെള്ളം കൂടിയുണ്ട്. അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച അശ്വ ചോറിന് മുകളിൽ ഇട്ട് സൈഡിൽ നിന്നും ചോറെല്ലാം ഒന്ന് മുകളിലേക്ക് കയറ്റിയിട്ട് ജാഫ്രാൻ കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുക്കാം മുകളിൽ. കുറച്ച് റോസ് വാട്ടർ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അലുമിനിയം ഫോയിൽ വെച്ച് അടച്ച് വളരെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് ദമ്മ് ചെയ്യാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും കോഴി തയ്യാറായിട്ടുണ്ട്. വാവ്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. മജ്ബൂസിൻ്റെ കൂടെ കഴിക്കുന്ന ചില്ലി ചട്നി, ദക്കൂസ്, പൊട്ടോട്ട കറി എന്നിവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പോയി കാണാവുന്നതാണ്. അതുപോലെ കൂടെ ആ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും കാണാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് ചോറെടുത്ത് പൊട്ടോട്ടക്കറി ഒഴിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് മജ്ബൂസ് എന്ന്. കുറച്ച് അതുപോലെ ചില്ലി ചട്നി, ഒരു പീസ് ചിക്കനും കൂടി എടുക്കാം. വാവ്, അടിപൊളി ചിക്കൻ മജ്ബൂസ്.